ഇനി നമുക്ക് കുട്ടനാട്ടിലേക്ക് പോകാം. വിഭാഗീയതയെ തുടർന്ന് കുട്ടനാട്ടിൽ പ്രവർത്തകർ കൂട്ടരാജി സമർപ്പിച്ച പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാനായി CPM ഏരിയ കമ്മിറ്റി ഇന്ന് അടിയന്തര യോഗം ചേരും. മന്ത്രി സജി ചെറിയാൻ യോഗത്തിൽ പങ്കെടുക്കും. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, താഴെത്തട്ടിലുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയാണ് രാജിവെച്ചിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു. സജി ചെറിയാൻ നേതൃത്വം നൽകുന്ന യോഗം എന്തൊക്കെ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്? ഇവരെ പാർട്ടിയിലേക്ക് മടക്കി എത്തിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഫിജി, ഈ ഒരു വിഷയത്തിൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഒരു വിഷയം പരിഹരിച്ച് തീർക്കുക, പുറത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിമർശനങ്ങളോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പോവാതിരിക്കുക എന്നത് തന്നെയാണ് പാർട്ടി ഏറ്റവും പ്രധാനമായും കാണുന്നത്. അതെ, നമുക്കറിയാം, കഴിഞ്ഞ ഒരു സമ്മേളന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന എബി പറഞ്ഞോളൂ. കഴിഞ്ഞൊരു പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ ഈ സമ്മേളന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഏരിയ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഏരിയ കമ്മിറ്റിയുടെ പല നിലപാടുകളും ഇത്തരത്തിൽ ഒരു പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നടപടികളായിരുന്നില്ല എന്നതാണ് പ്രധാനമായും ഉയർന്നു വന്നിരുന്ന വിമർശനങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി പാർട്ടി അംഗങ്ങൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 6 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. രാമങ്കരിയിൽ നിന്നാണ് ശരിക്കും ഈ ഒരു പ്രതിഷേധങ്ങളുടെ ഒരു തുടക്കം തന്നെ ഉണ്ടാകുന്നത്. രാമങ്കരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന്റെയൊക്കെ ഒരു മൂർധന്യത്തിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പാർട്ടി തുടർച്ചയായി വിജയിച്ചിരുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വിജയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഈ ഒരു വിഭാഗീയത അല്ലെങ്കിൽ തർക്കങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം കാരണം തന്നെ അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇതിനെ ഗൗരവമായി കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ നേതൃത്വങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം കൃത്യമായും ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം, ഇതിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഏറ്റവും രമ്യതയിൽ തന്നെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് അടിസ്ഥാനപരമായി ഈ വിഭാഗീയതയ്ക്കും ഭിന്നതയ്ക്കും? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നാളുകളായി ഈ ഭിന്നത വിള്ളൽ നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് പാർട്ടിയിൽ ഭിന്നതയുള്ളത്? നിലവിൽ ഇപ്പോഴുള്ള പുതിയ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏരിയ കമ്മിറ്റി എടുക്കുന്ന പല തീരുമാനങ്ങളും ഒരിക്കലും മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനങ്ങളല്ല. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ കൃത്യമായും ഒരു പരിപാടിയിലും ഉൾപ്പെടുത്തുന്നില്ല. ഒപ്പം അവർക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ശരി എബി, ഞാൻ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ലിജു ചേരുന്നു. ശ്രീ ലിജു, CPM-നെ സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. എങ്കിലും കുട്ടനാട്ടിൽ പ്രവർത്തകർ കൂട്ടരാജി വയ്ക്കുകയാണ്. CPM-ന്റെ എന്ത് അപജയമാണ് എടുത്തു കാട്ടുന്നത്? ഇപ്പൊ ആലപ്പുഴ CPM-ന്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ 1 കോടി രൂപ ലഹരിക്കടത്ത് നടത്തുന്ന ആളുകളെ വരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു. എനിക്ക് ആലപ്പുഴ നഗരത്തിൽ നിന്ന് കേൾക്കുന്ന മറ്റൊന്നാണെങ്കിൽ CPM ഏരിയ കമ്മിറ്റി അംഗം മൊബൈൽ ഫോണിൽ സ്ത്രീകളുടെ ഉൾപ്പെടെ മോശപ്പെട്ട ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വാർത്തകളും വരുന്നുണ്ട്. ഇവർക്കെതിരെ ഒന്നും ഒരു നടപടിയുമില്ല. അപ്പൊ ധാർമ്മികമായ ആ രാഷ്ട്രീയ പ്രസ്ഥാനം വളരെ അധപ്പതിച്ചിരിക്കുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന രാജി. പ്രസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ CPM-നുള്ളിൽ നിരവധി നല്ല നേതാക്കന്മാരുണ്ട്, നല്ല പ്രവർത്തകരും നല്ല മനുഷ്യരും ആ പ്രസ്ഥാനത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവരെയൊക്കെ ഒന്നും സ്ഥാനമില്ലാതെ ആ സ്ഥാനത്ത് ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്ന സാമ്പത്തിക കുറ്റവാളികളും അതുപോലെയുള്ള തെറ്റായ ബന്ധങ്ങളുള്ളവർക്കും ആ പാർട്ടിയിൽ ആധിപത്യം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം നിരവധി പേർ പാർട്ടി വിട്ടു പോകുന്നത്. അത് ഒരു തിരുത്തൽ അതിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. ശ്രീ ലിജു, എന്തായാലും താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു നല്ല മനുഷ്യരുമുണ്ട് ആ പാർട്ടിയിൽ നിന്ന്. ഇത് മുതലാക്കാൻ അല്ലെങ്കിൽ അതിനകത്തു നിന്ന് എന്തെങ്കിലും നേട്ടം നേടാൻ കോൺഗ്രസിന് കഴിയുമോ? ഇവരെ പാർട്ടി വിട്ടവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ഇത് ഇത്തരത്തിൽ പുറത്തു പോകുന്ന ആളുകളെ സംബന്ധിക്കുന്ന യഥാർത്ഥ അഭയവും യഥാർത്ഥ ആശ്രയവും മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. തെറ്റായ പ്രവണതകൾ പരസ്യമായി എതിർക്കാനുള്ള അവസരം കോൺഗ്രസിനകത്തുണ്ട്.
പൂർണ്ണമായും ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധിക്കും. വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. എബിയിലേക്ക് തിരികെ പോവുകയാണ്. എബി, എങ്ങനെയാണ് ഇത് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്? അവർക്ക് ഇതിൽ നിന്ന് ഒരു മുതലെടുപ്പിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അതോ പാർട്ടി പ്രശ്നം ചർച്ച ചെയ്ത് പാർട്ടി തന്നെ ഇത് പരിഹരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ എത്തുന്നത്? സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള യോഗം അതിന് പര്യാപ്തമാണോ? തീർച്ചയായും ഈ ഒരു വിഷയം അത് പാർട്ടിക്കുള്ളിൽ തന്നെ തീർക്കുക, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വവും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നതെന്ന് നമുക്ക് ഈ പാർട്ടിയുടെ നിലവിൽ ഇപ്പോഴത്തെ ഒരു ഇടപെടലിലൂടെ തന്നെ മനസ്സിലാക്കാം. കാരണം സജി ചെറിയാനെ പോലുള്ള ഒരു വ്യക്തി ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത് കൃത്യമായി രമ്യതയിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി ഒരു ചർച്ചയ്ക്ക് തന്നെ വഴിവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കൊഴിഞ്ഞുപോക്ക് അതിന് ഒരു തരത്തിലും പാർട്ടിക്ക് നിസ്സാരമായി കാണാൻ കഴിയും. കാരണം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് 280-ലധികം പേർ പാർട്ടി വിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അവരുടെ എന്നാൽ തന്നെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇത്തരത്തിൽ രാജിക്കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പോലും ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, അവർ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളുണ്ട്, ആ വിമർശനങ്ങൾ കൃത്യമായ രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല. ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ഒരുപക്ഷെ നടപടികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളെ കൃത്യമായ രീതിയിൽ പരിഗണിക്കുക, അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അതും ഒരു തരത്തിലെങ്കിലും ചർച്ച ചെയ്യപ്പെടുക എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് അതിന്റെ ഏറ്റവും ഒരു പരമോന്നത ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർ ഈ രാജിയിലേക്ക് പോകുന്നത്. ഈ രാജിയിലേക്ക് പോകുമ്പോൾ പോലും പരസ്യമായിട്ടുള്ള പ്രതികരണത്തിനോ പാർട്ടിയെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിന് ഒരു രമ്യമായിട്ടുള്ള ഒരു ചർച്ച നടത്തി അതിൽ രമ്യതയിലേക്ക് എത്തണം എന്ന ഈ രാജിവെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രാജിക്കത്ത് നൽകിയിരിക്കുന്ന ആളുകൾ പോലും ഒരു പരിധി വരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വവും ജില്ലാ കമ്മിറ്റിക്ക് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആലപ്പുഴ നമുക്കറിയാം പാർട്ടിക്ക് വളരെ വേരോട്ടമുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രം തന്നെയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വിഭാഗീയതയിലേക്കോ ഒക്കെ പോകുന്നത് അത് ഒരു തരത്തിലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. ഒപ്പം തന്നെ ഈ രാമങ്കരി തെരഞ്ഞെടുപ്പ്, ബാങ്ക് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വലിയ ആ ഒരു പ്രദേശത്തെ പാർട്ടിയുടെ നിലനിൽപ്പില്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ആ വിഭാഗീയത, തുടർച്ചയായിട്ടുണ്ടായിരുന്ന വിജയങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം അത് പാർട്ടി ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ജയചന്ദ്രൻ ചേരുന്നു, മാധ്യമപ്രവർത്തകൻ. ശ്രീ ജയചന്ദ്രൻ, കുട്ടനാട്ടിൽ വലിയ വിഭാഗീയത വിള്ളലിൽ നിൽക്കുന്നു. CPM-നെ സംബന്ധിച്ച വലിയ തലവേദനയാണ് ഇത്. എന്തായാലും ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ. എന്താണ് കുട്ടനാട്ടിൽ സംഭവിക്കുന്നത്? നമുക്കറിയാം പാർട്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതെ, പിന്നെ കുട്ടനാട്ടിലെ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ ചില കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു കാര്യവുമല്ല. ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു സംഭവ വികാസമല്ല കുട്ടനാട്ടിലെ CPM-ൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 1.5 വർഷങ്ങളായി, അതായത് 2021 ജൂൺ മാസത്തിലാണ് CPM-ന്റെ 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. കുട്ടനാട്ടിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ തന്നെ വിഭാഗീയത രൂക്ഷമായി വരികയും ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ലോക്കൽ കോൺഫറൻസുകളിലേക്കുള്ള സമ്മേളന പ്രതിനിധികളെ അടക്കം തീരുമാനിക്കുന്നതിന് CPM-ന്റെ കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ വലിയ തോതിലുള്ള ഇടപെടൽ, സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇടപെടൽ, പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് അന്ന് മുതൽ വരുന്ന ആക്ഷേപം. അപ്പൊ ഇപ്പൊ ഒരു പൊട്ടിത്തെറിയുടെ വക്കത്തെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രശ്നം ഇതാണ്. അടിസ്ഥാനപരമായി പാർട്ടി പിടിച്ചെടുക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയും പാർട്ടി പിടിച്ചെടുക്കുകയും ചെയ്തു. അവർക്കെതിരെ നിലകൊള്ളുന്ന മറുവിഭാഗം പല ലോക്കൽ കമ്മിറ്റികളിലുമുണ്ട്. അവർക്ക് അവരുടെ ആവലാതികൾ അല്ലെങ്കിൽ പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് അയച്ചിരുന്നത് സംസ്ഥാന നേതൃത്വം AK സെന്ററിൽ നിന്ന് ആ പരാതികൾ പരിഗണിച്ചിട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കാണ് അയച്ചത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അവരുടെ നിലയിൽ അത് പരിഹരിക്കുന്നതിന് പകരം വീണ്ടും കുട്ടനാട്ടിലേക്ക് അയച്ചിട്ട് പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ആവശ്യപ്പെട്ടത്. അത് വളരെ വളരെ നീണ്ടുപോവുകയാണ് ചെയ്തത്. ആ നീണ്ടുപോയതിൽ നിന്ന് ഉണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങളെ ഞാൻ വിലയിരുത്തുന്നത്.
ഇപ്പൊ ഈ രാജിയുടെ പ്രശ്നം പറഞ്ഞു. CPM-ന്റെ ഭരണഘടന പ്രകാരം രാജി എന്നൊരു പ്രക്രിയ ഇല്ല CPM-ന്റെ പാർട്ടി ഭരണഘടനയിൽ. അത് പിന്നെ സ്വയം പാർട്ടി ലെവി അടയ്ക്കുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പാർട്ടി ലെവി എല്ലാ കൊല്ലവും പുതുക്കി പോകുന്നത് പാർട്ടി അംഗങ്ങൾ. ഒന്നിൽ അന്ന് പാർട്ടി ലെവി അടയ്ക്കാതിരുന്നാൽ സ്വയം പുറത്ത് പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നടപടികൾ, വിഭാഗീയമായിട്ടുള്ള നടപടികൾ എന്ന് പാർട്ടി വിലയിരുത്തുന്ന നടപടികൾ പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നടപടിയെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സസ്പെൻഷനോ സെൻസറോ പുറത്താക്കലോ ഒക്കെയുള്ള നടപടികളുണ്ടല്ലോ. 4 തരത്തിലുള്ള നടപടികളുണ്ട്. ആ നടപടികളിൽ ഏതെങ്കിലും നേരിട്ട് നിൽക്കാം. അതാണ് CPM-ന്റെ ഭരണഘടനയിൽ പറയുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ രാജിവെക്കുന്നു. അപ്പൊ അതിന്റെ ഒരു അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: CPM-ൽ നിന്ന് വിട്ടുപോകാൻ ഈ പറയുന്ന ആരും ഉദ്ദേശിക്കുന്നില്ല. മാധ്യമങ്ങൾ വാർത്തകൾ വരുമ്പോഴും രാജിവെക്കുന്ന സൂചനകളും വാർത്തകളും ഒക്കെ വരുമ്പോഴും ഒക്കെ അടിസ്ഥാന പ്രശ്നം പാർട്ടി ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് രാജ്യപ്രഖ്യാപനം നടത്തിയവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ലോക്കൽ സെക്രട്ടറിമാരടക്കമുള്ള LC മെമ്പർമാരടക്കമുള്ള ആൾക്കാർ ഈ രാജ്യപ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്കൊക്കെ അറിയാം, പാർട്ടി ഭരണഘടന അറിയാവുന്നതാണ് ഇവരൊക്കെ. അവർക്കറിയാം രാജിയില്ല ഈ പാർട്ടിയിൽ എന്നുള്ളവർക്കറിയാം. അപ്പോഴും അവർ ഈ ഒരു മാർഗം ഒരു അച്ചടക്ക നടപടിയുടെ ഒരു തലത്തിലും അല്ലെങ്കിൽ പാർട്ടി അംഗത്തിന് ശ്രീ ജയചന്ദ്രൻ, അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു ഏർപ്പാടാണോ, കടമ്പയാണോ? ഇവരെ അനുനയിപ്പിച്ചു കൊണ്ടുവരിക, രാജിഭീഷണി മുഴക്കി നിൽക്കുന്നവരെ തിരികെ എത്തിക്കുക എന്നത്. ഒപ്പം ഇപ്പോൾ ഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവർ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അനുനയത്തിൽ മുന്നോട്ട് പോവുക ഒരു ദുഷ്കരമായ ഒരു കാര്യമാണോ? അല്ല, അതിന്റെ ദുഷ്കരമായ നില വരുന്നത് വേറൊരു തലത്തിലാണ്. അതായത് ഇപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആവലാതിക്കാർക്ക് പ്രശ്നം പാർട്ടി സംഘടന പിടിച്ചെടുക്കാനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുകയും അവർ സംഘടന പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഇവർക്ക് മതിയായ പ്രാതിനിധ്യം പോലും ഇല്ലാതാണ് സംഘടന നിലനിൽക്കുന്നത്. അപ്പൊ അതിന് ഈ പിന്നെ പാർട്ടി പിടിച്ചെടുത്ത വിഭാഗത്തിനെതിരായി നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു പുളിങ്ങുന്ന ലോക്കൽ കമ്മിറ്റി. ഉദാഹരണത്തിന് പറഞ്ഞാൽ ആ പുളിങ്ങുന്ന ലോക്കൽ കമ്മിറ്റി എല്ലാവരും, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, LCA മെമ്പർമാര്, നിരവധി പാർട്ടി അംഗങ്ങൾ എല്ലാവരും പിന്നെ പാർട്ടി വിടുകയാണെന്ന് പറയുന്നില്ല, ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അവരുടെ ആവലാതിക്ക് പരിഹാരമില്ല. അത് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണനാണ്, ജില്ലാ കമ്മിറ്റി അംഗം KK അശോകനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നേതൃത്വം കൊടുക്കുന്ന സംഘടനാ കമ്മിറ്റിക്കെതിരെ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള R രാജേന്ദ്രകുമാർ നേതൃത്വം കൊടുക്കുന്ന വേറൊരു വിഭാഗമുണ്ട്, വിയോജിപ്പ്. അത് വിഭാഗീയതയെന്നോ വിമതപക്ഷമെന്നോ പറയുന്നതിനേക്കാൾ നല്ലത് അടിസ്ഥാനപരമായി ഇവരോട് വിയോജിച്ച് നിൽക്കുന്ന വേറൊരു പാർട്ടിക്കകത്തെ വിഭാഗമാണ് രാജേന്ദ്രകുമാർ നേതൃത്വമുള്ള വിഭാഗം. ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പിന്നെ പുളിമുന്നിൽ പോയത്, രാമങ്കരിയിൽ പോയത്, മുട്ടാറ് പോയത്. അതൊക്കെ അതെ, അത്തരം കക്ഷികളാണ് ആ വിഭാഗത്തോട് യോജിച്ച് നിൽക്കുന്നവരാണ് മാറുന്നത്. അപ്പോൾ ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണനും അശോകനും നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക പക്ഷത്തിനെതിരെയുള്ള ഒരു വികാരമായിട്ടാണ് വിയോജിപ്പുകൾ ഇപ്പൊ പരസ്യമായ സെക്രട്ടറിയിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ദുഷ്കരമായ പ്രശ്നം എന്ന് പറയുന്നത് സംഘടനാ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളാണ്, ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ഏരിയ കമ്മിറ്റി വരെയുള്ള സംഘടനാ കമ്മിറ്റികൾ. അതിന് അടുത്ത സമ്മേളനത്തിലല്ലാതെ മാറാൻ കഴിയില്ല. അതല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേകമായ തീരുമാനം വേണ്ടി വരും. അതാണ് ദുഷ്കരമായ ദൗത്യം ഇപ്പോൾ ഉള്ളത്. ആ ദൗത്യം എങ്ങനെ നിർവഹിക്കണം എന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് സജി ചെറിയാൻ ഇന്ന് കുട്ടനാട്ടിൽ വന്ന് ഇപ്പൊ കമ്മിറ്റി തുടങ്ങിയിട്ടുണ്ട്, കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. എബിയിലേക്ക് തിരികെ എത്തുന്നു. എബി, വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നുണ്ട്. എങ്കിലും എന്താണ് ഇപ്പോൾ സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള യോഗം ആലോചിക്കുക? ഇവരെ ചേർത്ത് നിർത്തുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതും ആലോചനയിലുണ്ടോ? അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യമില്ല. കാരണം ഇവരെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്ന് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അല്ലെങ്കിൽ അതിനുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് സജി ചെറിയാനെ പോലെയുള്ള ഒരാളെ ചർച്ചയ്ക്ക് വെക്കുന്ന അല്ലെങ്കിൽ ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ അതിൽ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് ആ ഒരു വിഷയം തന്നെയാണ്. അത്തരത്തിലും പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും പുറത്തു പോകണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നേരത്തെ നമ്മൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ട് ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ
ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുക അല്ലെങ്കിൽ ഇവർ രാജിക്കത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. ഒരിക്കലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അത് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം, തങ്ങളുടെ പരാതികൾ കൃത്യമായ രീതിയിൽ ഗൗനിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവരുടെ ആ ഒരു രാജി പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും ഒരു തരത്തിലുള്ള പരസ്യ പ്രചാരണത്തിൽ അല്ലെങ്കിൽ ഒരു പരസ്യമായിട്ടുള്ള ഒരു വിമർശനത്തിനോ ഒരു പരസ്യ പ്രതികരണത്തിനോ പോലും ഈ രാജി നൽകിയിട്ടുള്ള 250 പേരിൽ ഒരാൾ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യവും അതുതന്നെയാണ്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയത്തിൽ ചർച്ച ഉണ്ടാവട്ടെ, ചർച്ച ഉണ്ടാകുമ്പോൾ തങ്ങളുടെ പരാതികളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് പറയാനൊരു അവസരം ഉണ്ടാകുന്നു. ആ ഒരു വിഷയത്തിൽ പാർട്ടിയുടെ ഇടപെടൽ അനിവാര്യമാണ്. ആ ഒരു അനിവാര്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നാണ്. ഒരിക്കലും പാർട്ടിയിൽ നിന്നും പുറത്തു പോകണം ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ചർച്ച കൃത്യമായും ഒരു അനുരഞ്ജന ചർച്ചയായിട്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൂടെ നിർത്തുക എന്നുള്ളൊരു നടപടിയിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ യോഗം ചേർന്നിട്ടുണ്ടോ? എപ്പോഴാണ് യോഗം ചേരുന്നത്? ആരൊക്കെ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? സജി ചെറിയാനാണ് ഈ യോഗത്തിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ പരാതിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു യോഗത്തിൽ പങ്കുകൊള്ളും. ഒപ്പം തന്നെ ഏരിയ നേതൃത്വത്തിനെതിരെയാണ് ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. ഏരിയ നേതൃത്വമായിട്ടുള്ള ആശയ ഭിന്നത തന്നെയാണ് ഇത്തരത്തിലൊരു രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ വിഷയങ്ങളെ എത്തിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏരിയ നേതൃത്വം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ഈ സജി ചെറിയാൻ ഒപ്പം തന്നെ ജില്ലാ നേതൃത്വവും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വിജി, ശരി. എബി, വിഭാഗീയതയെ തുടർന്ന് കുട്ടനാട്ടിൽ പ്രവർത്തകർ കൂട്ടരാജി സമർപ്പിച്ച പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാനായി CPM ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് അടിയന്തരമായി ചേരുകയാണ്. മന്ത്രി സജി ചെറിയാൻ യോഗത്തിൽ പങ്കെടുക്കും. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടനാട്ടിൽ പാർട്ടിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ് ഈ ഒരു വിഷയം. എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയായിരുന്നു. പാർട്ടിയിൽ വിള്ളൽ തുടരുകയായിരുന്നു. 250ഓളം പേരാണ് പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ ഭിന്നിച്ച് നിൽക്കുന്നത്. വിഭാഗീയയെ തുടർന്ന് കുട്ടനാട്ടിൽ പ്രവർത്തകർ കൂട്ടരാജി സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. സജീവൻ ചേരുന്നു, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ സജീവൻ, കുട്ടനാടിനെ സംബന്ധിച്ച് ഇത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണോ? നമ്മൾ ശക്തമായ വേരോട്ടമുള്ള പാർട്ടിക്ക് വളരെ ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ ഒരു വിഭാഗീയ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായിരിക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? എങ്ങനെ പരിഹാരം ഉണ്ടാക്കാനായിരിക്കും പാർട്ടി ശ്രമിക്കുക? ഇത്തരം പ്രശ്നങ്ങൾ CPM-നെ പോലുള്ള പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യഥാർത്ഥത്തിൽ അവരുടെ രീതി അനുസരിച്ച് പ്രവർത്തിക്കാത്തതിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പതിവായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ പ്രവർത്തകന്റെയും പാർട്ടി അംഗത്തിന്റെയും പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് പാർട്ടി വിശകലനം ചെയ്യണം. ആരുടെയെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കണം. ഓരോ ഘടകത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണം. അതിനാൽ ബ്രാഞ്ച് തലം മുതൽ മുകളിൽത്തട്ട് വരെ ഇടക്കാലങ്ങളിലൊക്കെ ഈ ഓരോ ഘട്ടത്തിൽ ഈ ചർച്ചകൾ ഉണ്ടാവണം, വിമർശനം ഉണ്ടാവണം, സ്വയം വിമർശനം ഉണ്ടാവണം. സ്വയം വിമർശനം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് പാർട്ടിയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അത് പിന്നീട് പാർലമെന്ററി വ്യാമോഹത്തിലേക്ക് പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും പോകുന്ന ഒഴിവാക്കണം. ഈ പാർട്ടി വിലക്കിയിട്ടുള്ള നടപടികൾ, മദ്യപാനം തുടങ്ങിയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ഗോവിന്ദമാഷെ പോലുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ആ ഒരു പ്രവണത വളരെ കൂടി വരുന്നു CPM-നകത്ത് നിന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി വിശകലനം നടത്തുകയും അതനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ പാർലമെന്ററി വ്യാമോഹം കൂടുന്നത് കൊണ്ടാണ് ഈ വിഭാഗീയ പ്രവർത്തനം വേറൊരു തരത്തിൽ വർദ്ധിക്കുന്നത്. അതായത് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്നോടൊപ്പമുള്ള ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത് പാർട്ടിയിൽ സ്വയം അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അപജയങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ച, പാർട്ടി കോൺഗ്രസിന് മുമ്പേ തീരുമാനിച്ച കാര്യം ഈ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് പാർട്ടി പ്ലേനത്തിൽ വളരെ കൃത്യമായിട്ടും കൊണ്ടുവന്നിരുന്ന ആശയമാണ്. അത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന
സമിതി യോഗത്തിൽ തെറ്റുതിരുത്തൽ ചർച്ച നടത്തി, രേഖയുടെ ചർച്ച ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണല്ലോ ഈ ഇ.പി. ജയരാജനെതിരെ പി. ജയരാജൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അന്ന് അവിടെ ചർച്ച ചെയ്തത് പാർട്ടി പ്രവർത്തകർക്ക് ഇടയിലുണ്ടാവുന്ന ഈ നയവ്യതിയാനവും അവരുടെ പെരുമാറ്റ വ്യതിയാനവും ഒക്കെ അത് തടയാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയായിരുന്നു. പക്ഷെ പി. ജയരാജൻ പോര് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട്, രഹസ്യമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ മറ്റോ ആ പ്രശ്നം മൊത്തമായിട്ട് തെറ്റുതിരുത്തൽ എന്നത് അവിടെ തന്നെ മൂടി വെക്കുകയാണ്. സത്യത്തിൽ താഴെ തട്ട് മുതൽ ബ്രാഞ്ച് തലം മുതൽ PB വരെയുള്ള ഘടകങ്ങളിൽ ഈ തെറ്റുതിരുത്തൽ കൃത്യമായിട്ട് നടക്കുന്നില്ല. അത് നടത്താനുള്ള ശ്രമങ്ങൾ പോലും പരാജയപ്പെടുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ കുട്ടനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം. പാർട്ടിയിൽ നിന്ന് ആളുകൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് ആളുകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ തന്നെ കാണുന്ന പല സ്ഥലങ്ങളിലും ഈ ലഹരി ഉപയോഗം, ലഹരി പദാർത്ഥങ്ങൾ കടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പാർട്ടി പ്രവർത്തകരിലേക്ക് വരുന്നു. നേരത്തെ ഒന്നും അങ്ങനെ പറഞ്ഞു കേൾക്കാത്തതാണ്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകളെയാണ് പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോ പാർട്ടിയിലൂടെ സമ്പാദിക്കുക, അത് ഏത് വഴിയിലൂടെ സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ഇപ്പോഴെങ്കിലും തടഞ്ഞില്ലെങ്കിൽ പാർട്ടിക്ക് വളരെയധികം ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്ന് കുട്ടനാടന്റെ ഈ ഒരു അനുഭവം തന്നെ അതിലേക്കാണ് തെളിയിക്കുന്നത്. വളരെ നന്ദി താങ്കളുടെ വിശദമായ പ്രതികരണത്തിന്, വിശകലനത്തിന് ശ്രീ എ. സജീവൻ.